പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. രണ്ടുപേരും അടങ്ങിയിരിക്കണോട്ടോ. നീതു ചേച്ചി പറയണ കേൾക്കണം. നിത്യയുടെ അടുത്തേക്ക് പോവണ്ട, അവക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. പോയിട്ട് വരുമ്പോ എന്താ വേണ്ടേ? ഐസ്ക്രീമോ? അത് കൊള്ളാലോ. ഇപ്പൊ നിങ്ങളുടെ കൈയിരിക്കണ എന്താ? അമ്മ ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ട്രെയിൻ മിസ്സാകും. അമ്മ വേഗം പോകാൻ നോക്ക്. ബെസ്റ്റ്. ഇത് തന്നെയാ ഞാൻ പറഞ്ഞോണ്ടിരിക്കണേ. അമ്മക്ക് വേഗം ഒന്നും വരാൻ പറ്റില്ല. അമ്മ ട്രെയിനിൽ കയറി കുറെ ദൂരല്ലേ പോകുന്നേ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ അടങ്ങിയിരിക്കണോന്ന്. ചിലപ്പോ സന്ധ്യയാകും വരുമ്പോ. അത് ഞാൻ ഇവരെ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞിരുത്തിക്കോളാം. അമ്മ പോയിട്ട് വാ. വേഗം പോയിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്ക്. ജോലിക്ക് കയറണ്ടല്ലേ. അമ്മ ഇവരുടെ കയ്യിരിക്കണ ഐസ്ക്രീം തിന്നു തീരണേ മുമ്പ് പോയിക്കോട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാകുമെന്നാ തോന്നണേ. അത് നേരാ. ഞാനെന്നെ ഇറങ്ങട്ടെ. ആ അമ്മയോ? നേരത്തെ പറഞ്ഞില്ലല്ലോ. അതെന്താടി ഗീത, എനിക്ക് എന്റെ മോനെയും മക്കളെയും കാണാൻ വരാൻ നേരത്തെ പറയണോ? അയ്യോ അമ്മ, അങ്ങനെയല്ല പറഞ്ഞത്. ഞാനൊരു വഴിക്ക് പോകാനിരിക്കുവാ. അമ്മ വന്നത് നന്നായി. അല്ല, ബാഗൊക്കെ എടുത്ത് നീ ഇതെങ്ങോട്ടാ? അതമ്മേ, ഞാനൊരു പരീക്ഷ എഴുതിയില്ലേ, ലിസ്റ്റിൽ പേര് വന്നു. എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. എനിക്ക് തിരുവനന്തപുരം വരെ പോയി കുറച്ച് സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം. അതാ. എന്റെ ഗീതയെ, നിന്നെ കൊണ്ട് തോറ്റല്ലോ. ജോലി ജോലി ജോലി. നീ അമേരിക്ക ജോലിക്ക് പോയതിന്റെ പുകിലൊന്നും പറയണ്ടല്ലോ. നിനക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാ പോരെ? ഞാൻ പോകുന്നമ്മേ, ട്രെയിൻ മിസ്സാകും. ഇത് ഗവൺമെന്റ് ജോലിയാ. ശരി. അവളുടെ ഓട്ടം കണ്ടില്ലേ? അമ്മ ജോലിയുടെ കാര്യത്തിന് വേണ്ടി പോകുമ്പോ അച്ഛാമ്മ ഇത് എങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നു എന്തോ. എന്താടി നീതുമോളെ നീ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അതിന് നീയാണോടി നീതുമോള്? ഞാൻ നീതുനോടല്ലേ ചോദിച്ചേ. ആഹാ, അത് കൊള്ളാലോ. വയസ്സ് 3 കൊച്ചിന്റെ നാക്ക് നോക്കിയേ. ആഹാ, നീയാള് കൊള്ളാലോ. പിള്ളേരെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുവാ, ഞാൻ വരുമ്പോ പറയിപ്പിക്കാനായിട്ട്. അങ്ങനെയൊന്നും ഇല്ല അച്ചാമ്മ, അവള് വെറുതെ പറയണത്. അച്ചാമ്മ ഇരിക്കേ. ഓ, സീരിയൽ വെക്കണ്ട. എനിക്ക് എന്റെ മോള് വന്നപ്പോ തോണ്ടണ ഒരു ഫോൺ തന്നു. അതിലെനിക്ക് എല്ലാ സീരിയലും കാണാം. നിങ്ങളുടെ ഒരു സീരിയല്. അച്ചാമ്മയെ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? കുടിക്കാനൊന്നും വേണ്ട, കഴിക്കാനേ ഐസ്ക്രീം മതി. ഒരെണ്ണം എനിക്കും എടുത്തോണ്ട് വാ. അയ്യോ അച്ചാമ്മേ, ഇത് തീർന്നു. കറക്റ്റ് 4 വാങ്ങിയുള്ളൂ. ഒരെണ്ണം തന്നെ നിത്യ ചേച്ചി അപ്പുറത്തിരുന്ന് കഴിക്കുക. ചേച്ചിക്ക് ഇത് കഴിയുമ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അച്ചാമ്മക്ക് ഞാൻ വേറെ എന്തെങ്കിലും കൊണ്ടുവന്ന് തരാം. ഓ, വേറെ എന്താ? പച്ചവെള്ളം ഒരിക്കും. എനിക്കത് വേണ്ട. കുണിക്ക് നിനക്ക് സ്കൂളിലൊക്കെ പോകണ്ടല്ലേ? കൊച്ചു കുട്ടികൾ ഇത്ര ഐസ്ക്രീം തിന്നാ തൊണ്ടവേദന വരും കേട്ടോ. ഇത് മുഴുവൻ തിന്നണ്ട. ചൂടുവെള്ളം കുടിച്ചിട്ടൊന്നും കാര്യമില്ല. കുണിക്ക് ഇത്ര ഒന്നും തിന്നണ്ട. തന്നെ അച്ചാമ്മക്ക് തന്നെ നോക്കട്ടെ. അയ്യോ അച്ചാമ്മ അവിടെ നിന്ന് മേടിക്കണ്ട കേട്ടോ. അമ്മയാണെങ്കിൽ ട്രെയിന് തിരുവനന്തപുരത്ത് പോയതാ. ഇവൾ ഇവിടെ കിടന്ന് കരച്ചിലുണ്ടാക്കിയാ നല്ല രസമായിരിക്കും. അതുകൊണ്ട് അവളെ കരയിപ്പിക്കണ്ട. എന്റെ ദൈവമേ, ഈ പിള്ളേരത് വിഴുങ്ങിയത് എന്തൊരു പിള്ളേരാ. അയ്യോ, ഇനി എന്റെ ഐസ്ക്രീം ചോദിക്കാൻ ഞാൻ ഓടട്ടെ. ഓ, അവളും പോയി. ഗീത, ഇതാ പ്ലാറ്റ്ഫോം. ഇവിടെ നിന്നാ മതി ട്രെയിൻ വരാൻ. ട്രെയിൻ വരാനായിട്ട് ഇനി 1/2 മണിക്കൂർ ഉണ്ടല്ലോ. ഞാൻ കയറി പോയിക്കോളാം. മാധവൻ ചേട്ടൻ തിരിച്ച് കടയിലേക്ക് പോയിക്കോ. അത് സാരയില്ലടി, ഞാൻ നിന്നെ ട്രെയിൻ ഗേറ്റ് വിട്ടിട്ട് പോവാം. അതൊന്നും വേണ്ട. കടയിൽ ചെന്ന് വേഗം കച്ചവടമൊക്കെ തീർത്ത് കട അടച്ച് വീട്ടിൽ പോകാൻ നോക്ക്. കുട്ടികൾ ഒറ്റക്കല്ലേ. അതിന് സന്ധ്യയാകുമ്പോ തന്നെ നീ വരില്ലേ? ഞാൻ തിരുവനന്തപുരത്തേക്കല്ലേ പോകുന്നത്. സർട്ടിഫിക്കറ്റിന്റെ കാര്യമല്ലേ. ഇപ്പൊ കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി എങ്ങനെ രാത്രി ആയാലോ? എന്തായാലും ഞാൻ വിളിക്കാം. അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയാൽ മതി. എന്നാലും നിന്നെ ട്രെയിൻ ഗേറ്റ് വിടാതെ ഞാൻ എങ്ങനെയാ പോകുന്നേ? അത് സാരമില്ലല്ലേ. മാധവൻ ചേട്ടൻ പോയിക്കോ. എങ്കിൽ ശരി ഗീത, ഞാൻ പോകാം. എന്ത് പറ്റി? എന്തെങ്കിലും മറന്നോ? അതല്ല ഗീത, എനിക്ക് രാവിലെ മുതൽ ഭയങ്കര വിഷമം. നെഞ്ചിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ. അയ്യോ, എന്ത് പറ്റി? നമുക്കെന്നാ ഹോസ്പിറ്റലിൽ പോകാം. എന്റെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വേറെ ദിവസം നോക്കാം. ഇത് അങ്ങനെയൊന്നും അല്ലടി. ഇത് ആശുപത്രി പോകേണ്ടതല്ല. എന്തോ ഒരു ഭാരം. എന്താന്ന് മനസ്സിലാകുന്നില്ല. എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ആകെ ഒരു സങ്കടം. അതെ, ആ കടയിൽ കിടന്ന് രാപകലോളം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാ. ഒരു കാര്യം ചെയ്യ്, ഇനി മുതൽ വെളുപ്പിനൊന്നും കട തുറക്കണ്ട. നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയിട്ട് സാവധാനം തുറന്നാ മതി. എന്നിട്ടുള്ള കച്ചവടം മതി. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടി? നമ്മളുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? എനിക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ കട തന്നെ നിർത്തിക്കോ. മാധവൻ ചേട്ടൻ റെസ്റ്റ് എടുത്തോ. നീ കൊള്ളാലോ. എന്തായാലും ഞാൻ പോയിട്ട് വരാം. നീ സൂക്ഷിച്ചൊക്കെ പോണോട്ടോ. ഞാൻ പോയിക്കോളാം. ട്രെയിനിൽ കയറി ഉടനെ ഞാൻ വിളിക്കാൻ പോരെ? അത് മതി. ഓ, എന്തൊരു ടേസ്റ്റ് ആയി ഗീത ഉണ്ടാക്കണ ഭക്ഷണത്തിനൊക്കെ. ഓ, നല്ല രുചി. അച്ഛമ്മ വന്നത് ഞാൻ അറിഞ്ഞു. അച്ഛമ്മ ഇവിടെ നിൽക്കുമായിരുന്നോ? നീതു, ഞാൻ വന്നപ്പോ നീ ഓൺലൈൻ ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് നിന്റെ പഠിപ്പ്? 10ാം ക്ലാസ്സിലല്ലേ? പഠിപ്പൊക്കെ നന്നായിട്ട് പോകുന്നു. അച്ഛമ്മ വന്നാ ഭക്ഷണം കഴിക്കേ. ഓ, എങ്ങനെ കഴിക്കാനാ മോളെ? ഒരു രുചിയില്ല. നിനക്കറിയാലോ, ഗീത ഉണ്ടാക്കണമൊന്നും എനിക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ ഈ ബസ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നേല്ലേ, വയറ് കായുന്നു. അതുകൊണ്ട് ദേ കഴിക്കാൻ എടുത്തതാ. രുചിയുണ്ടായിട്ടല്ല. രുചിയുണ്ടോ ഇല്ലെന്ന് അച്ഛമ്മയുടെ മുഖം കണ്ടപ്പോ മനസ്സിലായി. എന്താടി എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? എന്റെ പൊന്നച്ഛാമ്മ, ഞാൻ അടുക്കളയ്ക്ക് വരുമ്പോ അച്ഛമ്മ പറയണ കേട്ടു. എന്ത് ടേസ്റ്റാ ഗീത ഉണ്ടാക്കണ ഫുഡിനെന്നല്ലേ. അത് കേട്ടോണ്ടാ ഞാൻ വന്നത്. പിന്നെ എന്താ അച്ഛമ്മക്ക് സമ്മതിച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ട്?
എടി നീ കേട്ടേന്റെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. വീണോടുത്ത് കിടന്ന് ഉരുളണ്ട. അച്ചാമ്മ എന്തായാലും കഴിക്കേ. ഞാൻ ബ്രേക്കിന് വന്നതാ, ഇത്തിരി വെള്ളം കുടിക്കാൻ. ബ്രേക്ക് കഴിഞ്ഞു, ഞാൻ പോയി പഠിച്ചിട്ട് വരാം. ക്ലാസ്സും പിന്നെ വീട്ടിൽ വന്ന ഓൺലൈൻ ട്യൂഷനും എല്ലാം കൂടി എന്റെ തലക്ക് ഭ്രാന്തെടുക്കുക. അത് സാരമില്ല, ഫുൾ A+ വാങ്ങണം. ഓ, എവിടെ പോയാലും ഞാനിത് കേട്ട് കേട്ട് മടുത്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോട് ഫുൾ A+ വാങ്ങണമെന്ന് പറയുന്നവരെ ജയിലിലിടാനുള്ള വകുപ്പ് കൊണ്ടുവരണം. അതുകൊള്ള, നീയൊക്കെ പഠിച്ച് നന്നാവാൻ വേണ്ടിട്ടല്ലേ ഞങ്ങൾ അങ്ങനെ പറയണേ. ഓ പിന്നെ, എന്നാ അങ്ങനെ പറയുമ്പോൾ ഒരു സുഖമില്ല, മറിച്ച് ഭയങ്കര ടെൻഷൻ കൂടുകയുള്ളൂ. അച്ചാമ്മ കഴിക്കേ, ഞാൻ പോയി ക്ലാസ്സിലിരിക്കട്ടെ. ഇത്രയും കാശ് മുടക്കി ഇവിടെ പഠിപ്പിക്കണം, പിന്നെ ഫുൾ A+ കിട്ടാനുള്ളത് എന്താണ്? ഓ, ഈ പിള്ളേർക്കൊക്കെ എന്താ, വെറുതെ അങ്ങോട്ടിരുന്ന് പഠിച്ചാ പോരെ. എന്റെ മോനെ കടയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇവളൊക്കെ പഠിപ്പിക്കുന്നേ. മോളെ, പരീക്ഷാ ഭവൻ സ്റ്റേഷൻ എത്തുമ്പോ ഒന്ന് പറയാമോ? അതിനെന്താ, ഞാൻ പറയാലോ. ഞാനും ആ സ്റ്റേഷനിൽ തന്നെ ഇറങ്ങാനുള്ളതാ. ഓ, വലിയ ഉപകാരം. അയ്യോ, എന്തൊരു പായലും പൂപ്പലൊക്കെ ഈ മുറ്റത്ത്. മഴയുടെ പേര് പറഞ്ഞ അവൾ ഇതൊന്നും ചെയ്യൂല. ഓ, മഴ മാറിയിട്ട് ഇപ്പൊ 2-3 ദിവസം ഇല്ലെങ്കിൽ ഇവർക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടൂടെ? അവള് കാണുന്നില്ലല്ലോ. ദൈവമേ, 5 മണി ആകാറായി. ഇനി അവള് വന്നില്ലെങ്കിൽ കുട്ടികൾക്ക് ഞാൻ ചായ ഇട്ട് കൊടുക്കണം. ഒരു ദിവസം ഇവിടെ വന്ന് അവളെ കൊണ്ട് പണിയെടുപ്പിച്ച് തിന്നാന്ന് കരുതിയപ്പോ വേറെ ഏതെങ്കിലും ദിവസം വന്നാൽ മതിയായിരുന്നു. അമ്മേ, അമ്മേ. അയ്യോ, എന്താണ് മാധവ നിനക്ക് പറ്റി? നീ സന്ധ്യക്കല്ലേ കട അടിച്ച് വരാന്ന് പറഞ്ഞേ? മണി 5 ആയുള്ളല്ലോ. നീ എന്ത് പറ്റി? കടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ, അമ്മ എനിക്ക് വയ്യമ്മേ, അമ്മ എനിക്ക് വയ്യ. ദൈവമേ, എന്താ എന്റെ മോന് പറ്റിയേ? നമുക്ക് ആശുപത്രിയിൽ എവിടെയെങ്കിലും പോകാം. എന്താ നിനക്ക് പറ്റിയേ? അമ്മ, കുട്ടികൾ എവിടെയമ്മേ? അവരിവിടെ ഉണ്ട്. നീ അവരെ ഓർത്ത് പേടിക്കണ്ട. നിനക്ക് എന്താ പറ്റിയെന്ന് പറ. അമ്മേ, കയ്യും കാലും തളരുന്നമ്മേ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പൊ വിളിച്ചിരുന്നു. ഗീത സഞ്ചരിച്ച ട്രെയിൻ അപകടത്തിൽപ്പെട്ടു, ഒത്തിരി പേര് മരിച്ചു. എന്നോട് ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. അയ്യോ, എന്റെ മാധവ, നീ പറയണത് സത്യമാണോ? അവളെ എന്താ കാണാത്തേന്ന് കരുതി നിൽക്കുമായിരുന്നു ഞാൻ. നീ പറഞ്ഞത് ശരിയാണോ? അവള് പോയ ട്രെയിൻ തന്നെയാണോ അപകടപ്പെട്ടത്? നീ ഒന്നും കൂടി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കേ. ചിലപ്പോ വേറെ ഏതെങ്കിലും ട്രെയിൻ ആയിരിക്കും. ഇല്ല അമ്മേ, ഞാൻ അന്വേഷിച്ചു. ആ ട്രെയിൻ തന്നെ അപകടത്തിൽ പെട്ടത്. പൊട്ടിത്തെറിച്ച് കത്തി അമർന്നൊക്കെയാ കേട്ടത്. എനിക്കൊന്നും അറിയില്ല. അമ്മ മക്കളെ കൂടി നിൽക്കണം. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുക. അവരെ ഒന്നും അറിയിക്കണ്ട. ഗീതക്ക് എന്തെങ്കിലും പറ്റിയോ ഇല്ലയോ എന്നൊക്കെ അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റൂ. നീ വിഷമിക്കാതെടാ, അവക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, 4 കുഞ്ഞുങ്ങളുള്ളതല്ലേ. ഞാൻ അവളെ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും അവക്ക് അങ്ങനെയൊന്നും വരാൻ ഞാൻ ആഗ്രഹിക്കണില്ല. എന്റെ ദൈവമേ, കാത്തേക്കണേ. ഞാൻ പോയിട്ട് വരാമേ. എന്റെ ദൈവമേ, ഗീതക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്തായി കേൾക്കണേ? ദൈവമേ, അവള് പോയ ട്രെയിൻ ആയിരിക്കരുതേ പൊട്ടിത്തെറിച്ചത്. ദൈവമേ, ഇനി അവള് പോയ ട്രെയിൻ തന്നെയാണെങ്കിൽ അവള് രക്ഷപ്പെട്ടിട്ടുണ്ടാവണേ. ഈശ്വര, ഞാൻ ഈ വീട്ടിനകത്തോട്ട് എങ്ങനെ കയറും? ആ കുട്ടികളെ ഞാൻ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും? അവരിപ്പം അന്വേഷിക്കാൻ തുടങ്ങുമല്ലോ, അമ്മ എവിടെ, അമ്മ എവിടെയെന്ന്. എനിക്ക് ഒരു സമാധാനവും ഇല്ല. അച്ഛമ്മേ, അമ്മ വന്നോ? അമ്മയോ? ഇല്ല മോളെ, അവള് വരാൻ സമയമാകുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛമ്മ ആരോട് വർത്താനം പറയുന്നത് ഞാൻ കേട്ടല്ലോ. അതാരാ? ഞാൻ കരുതി അമ്മയാന്ന്. അത് മാധവനാ. അവൻ കടയിലേക്കുള്ള എന്തോ താക്കോലോ പേപ്പറോ എന്തോ വെച്ച് മറന്നു എന്ന് പറഞ്ഞ് വന്ന് എടുത്തോണ്ട് ഓടിയതാ ഇപ്പൊ. അയ്യോ, അച്ഛൻ വന്നിട്ട് ഞങ്ങളെ കാണാതെ പോയോ? ഷോ, കഴിക്കാനൊന്നും കൊണ്ടുവന്നില്ല, വിശന്നിട്ടും വയ്യ. നീ ഇങ്ങ് വാ, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അച്ഛമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരാം. അല്ല, അച്ഛമ്മക്ക് എന്ത് പറ്റി? അച്ഛമ്മയുടെ മുഖത്തെന്താ സങ്കടം? അച്ഛമ്മന്ന് വഴക്കു പറഞ്ഞോ? ഇല്ലടി നീതു മോളെ, എനിക്ക് ആകെ തലവേദന എടുക്കുന്നു, തീരെ വയ്യ. അയ്യോ, എന്നാ ഞാൻ അച്ഛനെ വിളിക്കട്ടെ, നമുക്ക് ആശുപത്രി പോവാം. അതൊന്നും വേണ്ട, എനിക്കൊന്ന് കിടന്നാ മതി. അമ്മേനെ കാണുന്നില്ലല്ലോ. അമ്മ വന്നെങ്കിൽ ഇപ്പൊ അച്ഛമ്മനെ കൊണ്ട് ആശുപത്രി പോവായിരുന്നു. നീ ഇങ്ങ് വാ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അത് വേണ്ട, അച്ഛമ്മ പോയി കിടന്നോ, ഞാനിവിടെ നിന്നോളാം. അമ്മ ഇപ്പൊ വരില്ലേ? അമ്മ വന്നോളും, മോളിങ്ങ് വാ.